ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് നവംബർ മാസം 21-ാം തീയതി 326-ാമത്തെ ദിവസത്തിലെത്തി. ആരുടെയും കരച്ചിലിനെ അത്ര വേഗത്തിലൊന്നും കണ്ടെത്താനായിട്ട് പറ്റാറില്ല. കാരണം കരച്ചില് എപ്പോഴും പുറമേ നിന്ന് കാണാനായിട്ട് പറ്റിയെന്ന് വരില്ല. മിക്കവാറും ആളുകളുടെ കരച്ചിലൊക്കെ നെഞ്ചിനുള്ളിലാണ്, അത് അടയ്ക്കപ്പെട്ട അവസ്ഥയിലുമാണ്. ഹൃദയം കൊണ്ട് ബന്ധങ്ങളെ തൊടുന്നവർക്ക് മാത്രം വെളിപ്പെട്ട് കിട്ടുന്ന വലിയൊരു അനുഭവം കൂടിയാണ്. ഒപ്പമുള്ള ആളിൻ്റെ ഉള്ളിലെ നീറ്റലും പുകച്ചിലും അവരുടെ പൊള്ളലിൻ്റെ ആഴവുമൊക്കെ. ഹന്നായെക്കുറിച്ച് തന്നെയാണ് ഈ പുലരിയും. പരിഹാസം കൊണ്ട് അടിമുടി പരിക്കേറ്റും മക്കളില്ലാത്തതിൻ്റെ സ്വകാര്യ ദുഃഖത്തിലുമൊക്കെ തകർന്നും തളർന്നും നിൽക്കുന്ന ഈ സ്ത്രീയെ ഭർത്താവ് എൽക്കാന ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന വിധം എത്ര മനോഹരമാണ്. വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ഏറെ അഴകുള്ള ഒരു വചനമാണ് എൽക്കാന അപ്പോൾ അവളോട് പറയുന്നത്. ഹന്ന, എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിന് നീ ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ. അതുവരെ ഹന്ന കരയുകയായിരുന്നു. ആഹാരം പോലും ഉപേക്ഷിച്ചു. ചെറിയൊരു കരച്ചിലായിട്ട് അതിനെ കാണരുത്. ആ സ്ത്രീ അങ്ങനെ കരഞ്ഞ് അടിമുടി ഒരു കരച്ചിലായി മാറുന്നു. അപ്പോഴാണ് അതിനിടയിലേക്ക് അവളുടെ ഭർത്താവ് കടന്നു വരുന്നത്. വാക്കുകളൊക്കെ എത്ര വലിയ ഔഷധമാണെന്ന് അറിയാമോ? വാക്കുകൾ കൊണ്ട് ആരെങ്കിലും നിങ്ങളൊന്ന് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു കൈയൊന്ന് നോക്കിയാലോ? ചെറിയൊരു ഞെട്ടലുണ്ടായോ ഇപ്പോൾ ഉള്ളില് എവിടെയോ? സൗഖ്യപ്പെടുത്താവുന്ന അതിന് പറ്റിയ വാക്കുകൾ ഉണ്ടെന്ന് പോലും ഇതുവരെയും എന്തേ അറിയാതെ പോയി? അതല്ലേ സത്യത്തിൽ യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത്? സൗഖ്യപ്പെടുത്താവുന്ന കുറെ വാക്കുകൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം അതിൻ്റെ കാലത്തികവിൽ മാംസം ധരിച്ച് നമുക്കിടയിൽ പാർത്തു. ഏതാണ്ട് ഇങ്ങനെയല്ലേ നമ്മൾ 4-ാം സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയത് വായിക്കുന്നത്? വാക്കുകൾ നമുക്കിതുവരെയും എന്തിനായിരുന്നു? ഇതാ ഇപ്പോൾ ഈ കുറച്ച് പുലരികളിൽ പരിചയപ്പെട്ട പെനീനായെ പോലെ ആരെയൊക്കെയോ അകാരണമായി മുറിപ്പെടുത്താനായിട്ട്, പരിക്കേൽപ്പിക്കാനായിട്ട്, അതിനകത്ത് ഒരു വലിയ സന്തോഷവും നിർവൃതിയും കണ്ടെത്താനായിട്ട് ഒരാളെ എങ്ങനെയാണ് വീണ്ടെടുക്കേണ്ടത്? അതിൻ്റെ നല്ലൊരു മാതൃകയും മാർഗവും എൽക്കാന കാണിച്ചു തരികയാണ്. ഭൂമിയിലേക്ക് തന്നെ വലിയൊരു ഭർത്താവായി അദ്ദേഹം വളരുകയുമാണ്. ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ എന്നൊരു ഒറ്റ ചോദ്യം കൊണ്ട്. അതൊരു ചോദ്യം മാത്രമല്ല, ഒരു പ്രഖ്യാപനം കൂടിയാണ്, ഒരു വിശ്വാസ പ്രഖ്യാപനം. ദാമ്പത്യത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ്. പരസ്പരം അവർ ചേർത്ത് പിടിക്കുകയാണ്. ഒരാൾക്ക് മറ്റൊരാൾ ഇണയും തുണയുമായി മാറുന്നു. ഒരു ഭർത്താവെന്ന നിലയിൽ നല്ലൊരളവിൽ ഇപ്പോൾ ലജ്ജയും ആത്മഭാരവും വന്നെന്നെ മൂടുന്നുണ്ട്, വല്ലാതെ ഞെരുക്കുന്നുണ്ട്. എനിക്കും ആകാമായിരുന്നു എന്നൊരു തോന്നല് ഏതൊരാളിൻ്റെ ഉള്ളിൽ ഈ പുലരിയിൽ ഒന്ന് ഉണ്ടായാൽ നമുക്കും പറയാം ആമേൻ.